നമസ്കാരം. 1981 ഏപ്രിൽ 13 അന്നൊരു തിങ്കളാഴ്ചയാണ്. US ഷിക്കാഗോയിലെ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഒരു ശാഖയിൽ രാവിലെ ജീവനക്കാർ എത്തിയ സമയം. രാവിലെ ബാങ്കിൽ എത്തിയുടൻ ജീവനക്കാർ രജിസ്റ്ററിൽ സൈൻ ചെയ്തതിനു ശേഷം അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങി. പതുപോലെ അവരുടെ ജോലി ആരംഭിച്ചു. ഏകദേശം ഒരു 3/4 മണിക്കൂറായപ്പോൾ അവിടേക്ക് ഒരു ആവശ്യമായി എത്തി. അയാളുടെ ലോക്കർ തുറക്കണം, അതാണ് അയാളുടെ ആവശ്യം. അസിസ്റ്റന്റ് മാനേജറുടെ കൈവശമാണ് ലോക്കറിന്റെ താക്കോൽ. ആ അസിസ്റ്റന്റ് മാനേജറുടെ മുന്നിൽ ഒരു രജിസ്റ്റർ ഇരിപ്പുണ്ട്. ആ രജിസ്റ്ററിൽ പേരെഴുതി ലോക്കറിന്റെ നമ്പർ എഴുതി ആ ചെറുപ്പക്കാരൻ ആ അസിസ്റ്റന്റ് മാനേജറിനൊപ്പം ലോക്കർ റൂമിലേക്ക് കടന്ന ആ അസിസ്റ്റന്റ് മാനേജർ ആ ലോക്കറിൽ 36 നമ്പറുള്ള ആ ലോക്കർ ഒന്ന് തുറന്നതും ആ ലോക്കർ അകത്തേക്ക് വളയുന്നു. ശരിക്കും അമ്പരന്ന് പോയ ആ അസിസ്റ്റന്റ് മാനേജർ പെട്ടെന്ന് അടുത്തുള്ള ലോക്കറിലൊക്കെ ഒന്ന് തൊട്ടു. എല്ലാം അകത്തേക്ക് വളയുകയാണ്. എല്ലാ ലോക്കറും അകത്തേക്ക് വളയുന്നു എന്ന് മാത്രമല്ല, ആ അകത്തേക്ക് വളയുന്ന ഡോറുകൾ ഉള്ള ലോക്കറുകൾക്കകത്ത് ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യവും പെട്ടെന്ന് ആ അസിസ്റ്റന്റ് മാനേജറുടെയും ആ ചെറുപ്പക്കാരുടെയും ശ്രദ്ധയപ്പെട്ടു. അവൾ ഉടൻ തന്നെ ബാങ്കിലെ ബാക്കി സ്റ്റാഫുകളെ വിളിച്ച് കാര്യം പറഞ്ഞു. അവരെല്ലാവരും അമ്പരപ്പോടെ സ്ട്രോങ് റൂമിലേക്ക് ഓടിയെത്തി ലോക്കറുകളിലേക്ക് നോക്കുമ്പോൾ അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സ്ട്രോങ് റൂമിലെ ലോക്കറിലെ എല്ലാ അറകളും തുറന്നിരിക്കുകയാണ്. ഉടനെ പോലീസ് വിവരം അറിയുന്നു. പോലീസ് എത്തുന്നു. വിരലടയാള വിദഗ്ധരും മറ്റ് എക്സ്പെർട്ടുകളും ഒക്കെ സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും എല്ലാം ഉണ്ട്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു മോഷണമാണ് ആ ബാങ്കിനകത്ത് നടന്നിരിക്കുന്നത്. ആ ലോക്കറുകൾക്കകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ബാങ്കിന് അറിയത്തില്ല. ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തും ആ ലോക്കറുകൾ കൊണ്ടുവയ്ക്കാം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ എന്താണ് നഷ്ടമായെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ബാങ്കുകാർക്ക് ഒരു കാര്യം അറിയാം, ആ ലോക്കറുകൾ ആരുടെയൊക്കെയാണെന്ന്. തുറക്കപ്പെട്ട ലോക്കറുകളുടെ നമ്പറുകൾ രേഖപ്പെടുത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ ലോക്കറുകളുടെ ഉടമകളെ വിവരമറിയിച്ചു. ലോക്കറുകൾക്കുള്ളിൽ എന്താണ് ഉള്ളതെന്ന് എന്തായാലും ഉടമകൾക്ക് അറിയാമല്ലോ. വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തിയ ഉടമകൾ ആകെ അമ്പരന്ന് പോവുകയാണ്. പലരുടെയും സർവസ്വവും ആ ലോക്കറിനകത്തായിരുന്നുവെന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. എന്തും അവർക്ക് അവിടെ കൊണ്ടുവയ്ക്കാമായിരുന്നു. വീടുകളിൽ എന്തെങ്കിലും വെച്ചാൽ മോഷണം പോകുമെന്ന് ഭയമുള്ളത് കൊണ്ട് ആളുകൾ ബാങ്ക് ലോക്കറാണ് അവരുടെ സാധനം വെക്കാനായി ഉപയോഗിക്കുക. സാധനം മാത്രമല്ല അവർ വെച്ചിരിക്കുന്നത്, അവർ പണവും ആ ലോക്കറിലാണ് സൂക്ഷിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ പണം ഇട്ടാൽ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ശ്രദ്ധയപ്പെടുകയും അതിന് ടാക്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് കെട്ടുകണക്കിന് നോട്ടുകൾ ലോക്കറുകൾ വെച്ചിരുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അവർ പറഞ്ഞ കണക്ക് യഥാർത്ഥ കണക്കാണോ എന്ന് ബാങ്കിന് അറിയില്ല. എന്തായാലും ആ കണക്ക് ഒന്ന് കൂട്ടിയപ്പോൾ ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ 8 കോടി രൂപയുടെ നോട്ടുകളാണ് മിസ്സായിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപയുടെ ആഭരണവും മിസ്സായിട്ടുണ്ട്. കള്ളപ്പണമൊക്കെ സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ ആ വിവരം ബാങ്കിനോട് പറയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ വിവരം എത്രത്തോളം സത്യസന്ധമാണെന്ന് ചോദിച്ചാൽ ബാങ്കിന് അറിയത്തുമില്ല. എന്തായാലും അവിടെ എത്തിയ വിദഗ്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടുന്ന് എടുക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും എടുത്തു തുടങ്ങി. ആ ലോക്കർ തുറന്നിരിക്കുന്ന വ്യക്തിയുടെ വിരലടയാളം എന്തായാലും ആ ലോക്കറിൽ ഉണ്ടാകണമല്ലോ. പക്ഷേ നമ്മുടെ വിരലടയാള വിദഗ്ധർ പഠിച്ച പണി 18 നോക്കിയിട്ടും അതിനകത്തുനിന്ന് ഒരു അടയാളവും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ വിരലടയാളം പതിയാത്ത ശൈലിയിലാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഇപ്പോ പോലീസിനെയും ബാങ്ക് അധികാരികളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ ബാങ്കിന് ഒരു അലാറം സംവിധാനമുണ്ട്. ആ ബാങ്കിനകത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുകയോ ബാങ്കിനകത്ത് എന്തെങ്കിലും ശബ്ദം ഉണ്ടാവുകയോ ചെയ്താൽ അലാറം ഉറപ്പായും കേൾക്കും. ആ അലാറത്തിന് ഒരു കണക്ഷൻ ഉണ്ട്. ആ ബാങ്കിന്റെ മാനേജറുടെ വീടുമായിട്ട് ആ അലാറം കണക്റ്റഡാണ്. അവിടെ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ടും ആ അലാറം കണക്റ്റഡാണ്. അവിടെയും അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ആ അലാറം അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസുമായി കണക്റ്റഡാണ്. അവിടെയും ശബ്ദം കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം വ്യക്തമാണ്. കളവ് നടത്തിയ വ്യക്തികൾ അലാറം ആദ്യമേ കട്ട് ചെയ്തു. പക്ഷെ അലാറം എങ്ങനെ കട്ട് ചെയ്യും? പക്ഷെ ഇതിനേക്കാൾ ഏറെ പോലീസിനെ കുഴച്ചത് മറ്റൊരു വിഷയമാണ്. ഈ ലോക്കറുകൾ ഇരിക്കുന്ന സ്ട്രോങ് റൂമിന്റെ വാതിൽ ഫിംഗർ പ്രിന്റ് കൊണ്ട് സുരക്ഷിതമാക്കിയിട്ടുള്ള ഒരു വാതിലാണ്. ആ സ്ട്രോങ് റൂമിന്റെ വാതിൽ തുറക്കാൻ ആ അസിസ്റ്റന്റ് മാനേജർക്ക് മാത്രമേ പറ്റൂ. ആ അസിസ്റ്റന്റ് മാനേജറുടെ ഇടത് കൈയിലെ ഇടത് തള്ളവിരൽ അവിടെ ചേർത്ത് വെച്ചാൽ മാത്രമേ ആ വാതിൽ തുറക്കത്തുള്ളൂ. ആ വാതിൽ എല്ലായ്പ്പോഴും അസിസ്റ്റന്റ് മാനേജർക്ക് തുറക്കാൻ പറ്റില്ല. ബാങ്ക് ടൈം രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെ. ആ സമയത്തിനുള്ളിൽ മാത്രമേ ആ അസിസ്റ്റന്റ് മാനേജർക്ക് ആ വാതിൽ തുറക്കാനും പറ്റും. ആ വിരലടയാളം കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലീസ് നടത്തിയപ്പോൾ പോലീസിന് ഒരു കാര്യം കൂടി വ്യക്തമായി. ആ സ്ട്രോങ് റൂം രാവിലെ 10നും 5നും ഇടയിലല്ലാതെ തുറന്നിട്ടുമില്ല.
പോലീസിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു മേഖലയിലേക്ക് അന്വേഷണം എത്തുകയാണ്. സ്ട്രോങ് റൂം തുറക്കണമെങ്കിൽ ആ അസിസ്റ്റന്റ് മാനേജറുടെ വിരലടയാളം കമ്പൽസറി ആണ്. അവരും ബാക്കി എല്ലാ സ്റ്റാഫുകളും ഒന്നിച്ചവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പകല് അവര് ആ സ്ട്രോങ് റൂം തുറന്ന് അവിടെയുള്ള എല്ലാ ലോക്കറും തുറന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പുമാണ്. പോലീസിന്റെ അന്വേഷണം പല ദിശയിലേക്ക് നീങ്ങുകയാണ്. അറിയപ്പെടുന്ന എല്ലാ കുറ്റവാളികളുടെയും പ്രൊഫൈലുകൾ പോലീസിന്റെ കൈവശമുണ്ട്. ആ പ്രൊഫൈലുകൾ സൂക്ഷ്മമായി പഠനത്തിന് പോലീസ് വിധേയമാക്കി തുടങ്ങി. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അതാണല്ലോ പ്രധാന ചോദ്യം. കുറ്റവാളികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അങ്ങനെ തുടരുന്നതിനിടയിൽ സമയം അതിവേഗം കടന്നു പോവുകയാണ്. ശരിക്കും സെൻസേഷണലായ ഒരു വാർത്തയായി ഇത് മാറിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിനകത്ത് വിശ്വാസപൂർവ്വം സാധനങ്ങൾ കൊണ്ടുവച്ച ആളുകൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധിപ്പിച്ച് ബാങ്കിനെതിരെയുള്ള വാർത്തകൾ പല വ്യക്തികളും പറയുന്ന കമന്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പത്രങ്ങൾ കൊടുത്തു തുടങ്ങുകയും ചെയ്തു. ബാങ്കിന് ശരിക്കൊരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. പോലീസിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സകല വിധത്തിലുള്ള അന്വേഷണവും അവസാനം എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ്. ഒരാളെപ്പോലും അവർക്ക് സംശയിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രധാന വിഷയം. പോലീസിന് ആ ബാങ്കിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. പോലീസിന് ആ ലോക്കറുകൾക്കകത്ത് നിന്ന് ഒരു അലാറം ക്ലോക്കും ഒരു ടൂൾ കിറ്റും കിട്ടിയായിരുന്നു. ഈ ലോക്കർ കുത്തി തുറക്കാൻ ഉപയോഗിച്ച് അതേ ടൂൾ കിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം, ആ അലാറം ക്ലോക്ക് എങ്ങനെ ആ ലോക്കറിനകത്ത് വന്നു എന്നുള്ളതാണ്. ആ അലാറം ക്ലോക്ക് വെച്ച ലോക്കറിന്റെ ഉടമയെ പോലീസ് സ്വാഭാവികമായും അവിടെ വിളിച്ചു വരുത്തി. അയാളുടെ അലാറം ക്ലോക്കാണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെതല്ല. ആ ടൂൾ കിറ്റ് ഇരിക്കുന്ന ബോക്സിന്റെ ഉടമയും പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. അയാൾക്കും ആ ടൂൾ കിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരൊക്കെ സമൂഹത്തിൽ ഉന്നത നിലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരാരും ആ ദിവസങ്ങളിൽ ബാങ്കിലേക്ക് വന്നിട്ടുമില്ല. പോലീസിന്റെ കൺഫ്യൂഷൻ പിന്നെയും കൂടുകയാണ്. ഈ സമയത്ത് പോലീസിന്റെ ഹയർ ഒഫീഷ്യൽസിന് അനവധി റിപ്പോർട്ടുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ആ ബാങ്കിന്റെ മെയിൻ വാതിലോ ജനാലകളോ മേൽക്കൂരയോ അല്ലെങ്കിൽ ബേസ്മെന്റോ തകർത്തിട്ടുമില്ല. ആ ബാങ്കിലേക്ക് ഒരു തരത്തിലുമുള്ള എൻട്രിയും അനധികൃതമായി നടന്നിട്ടേയില്ല. സാധാരണഗതിയിൽ ഇതുപോലുള്ള മോഷണമൊക്കെ നടക്കുന്നത് അണ്ടർഗ്രൗണ്ട് വഴി ടണൽ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ നടക്കുക മേൽക്കൂര പൊളിച്ച് ഇറങ്ങുന്നൊരു സംഭവമാണ്. അതും ഉണ്ടായിട്ടില്ല. ജനാലകൾ പൊളിച്ചും വാതിൽ പൊളിച്ചുമൊക്കെ അകത്ത് കിടക്കുന്ന രീതിയുമുണ്ട്. അതും ഇവിടെ സംഭവിച്ചിട്ടില്ല. അകത്തേക്ക് ആള് കടന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. പക്ഷേ അകത്തുണ്ടായിരുന്ന സാധനം പുറത്തുപോയി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പോലീസിന്റെ കൺഫ്യൂഷൻ ശരിക്കും കൂടുകയാണ്. ഇതുമായി ബേസ് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ സ്റ്റോറികളാണ് പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സംഭവങ്ങൾ പത്രങ്ങൾക്ക് പൊടിപ്പും തൊങ്ങിനും വെച്ച് കഥകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാവുകയും ചെയ്തു. ആ ബാങ്കിനകത്തേക്ക് കടന്ന കള്ളൻ ആരും അറിയാതെ അവിടുത്തെ ലോക്കറുകൾ തുറന്ന് ആ ലോക്കറിനകത്തുള്ള എല്ലാ സാധനങ്ങളുമായി മുങ്ങിയിരിക്കുകയാണ്. ഒന്നോ ഒന്നിലധികമോ കള്ളന്മാരാണ് അതിന്റെ പിന്നിലുള്ളത്. അവരെ മായാവികളെന്നല്ലാതെ മറ്റെന്ത് വിളിക്കും? മായാവി കള്ളൻ അങ്ങനെ ഒരു തലക്കെട്ട് തന്നെ പല പത്രങ്ങളും സ്വാഭാവികമായിട്ടും ഈ വാർത്തയ്ക്ക് കൊടുത്തു. ആ കള്ളൻ ശുദ്ധശൂന്യതയിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. പോലീസ് പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കള്ളനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, അതും ഒരു തിങ്കളാഴ്ച, മറ്റൊരു ബാങ്കിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ യൂറിനലിൽ ആ ബാങ്കിലെ ഒരു ജീവനക്കാരൻ എത്തിയ സമയത്ത് അയാളുടെ തലയിലേക്ക് ആ യൂറിനലിന്റെ മുകളിലുള്ള ഷീറ്റ് അടർന്നു വീണു. അയാൾ ഉടൻ തന്നെ ആ കാര്യം മാനേജർക്ക് റിപ്പോർട്ട് ചെയ്തു. മാനേജർ സെക്യൂരിറ്റി വിളിച്ചിട്ട് അതൊന്ന് ശരിയാക്കാൻ പറഞ്ഞു. സെക്യൂരിറ്റിക്കാരൻ ഒരു പണിക്കാരനെ കൊണ്ട് സ്ഥലത്തെത്തി ഒരു ഏണി അവിടെ ചാരി യൂറിനലിന്റെ മുകളിലേക്ക് കയറി ആ ഷീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പണിക്കാരൻ മുകളിലും സെക്യൂരിറ്റിക്കാരൻ താഴെ നിൽക്കുകയാണ്. പണിക്കാരൻ ആ ഷീറ്റ് ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് എന്തോ ഒരു അസ്വാഭാവികത അവിടെ ഫീൽ ചെയ്തു. അയാൾ പെട്ടെന്ന് ചെവി ഒന്ന് വട്ടം പിടിച്ചു. എന്തോ ഞരങ്ങം പോലെ ഒരു ശബ്ദം അയാൾ കേൾക്കുന്നുണ്ട്. അയാൾ ചെവി വട്ടം പിടിക്കുന്നത് താഴെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനെ കാണാം. സെക്യൂരിറ്റിക്കാരൻ അയാളോട് ചോദിച്ചു, ഏയ് പീറ്റർ, എന്താ സംഭവിച്ചു? സാർ, ഇവിടെ ആരോ ഉണ്ട്. അവിടെ ആളുണ്ടെന്നോ? നീ എന്തായി പറയുന്നത്? അതെ സാർ, ഇവിടെ ആരോ ഉണ്ട്. സെക്യൂരിറ്റിക്കാരനോട് ആ പണിക്കാരൻ അങ്ങനെ പറഞ്ഞതും സെക്യൂരിറ്റിക്കാരൻ ഉടൻ തന്നെ ആ യൂറിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാങ്ക് എംപ്ലോയീസിനോട് കാര്യം വിളിച്ചു പറഞ്ഞു. അയാൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ ബാങ്കിൽ അനവധി കസ്റ്റമേഴ്സും ഉണ്ട്. സകലരും അമ്പരപ്പോടെയാണ് ആ വാചകം കേട്ടത്. ബാങ്കിന്റെ മേൽക്കൂരയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു എന്നാണ് ആ സെക്യൂരിറ്റിക്കാരൻ വിളിച്ചു പറഞ്ഞ വാചകം. ജീവനക്കാർ അതിവേഗം യൂറിനിനകത്തേക്ക് ഓടിയെത്തി. ആ സമയത്ത് ആ നന്നാക്കാൻ വന്ന വ്യക്തി ഏണിയുടെ ഏറ്റവും മുകളിൽ നിന്ന്
ഇടതുവശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അധിക സമയം കഴിയുമ്പോൾ ജീവനക്കാരും സെക്യൂരിറ്റിക്കാരനും ഗാർഡുകളും എല്ലാം കൂടി ചേർന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാളെ വലിച്ച് താഴെ ഇറക്കി. അയാളുടെ പേര് വില്യം സ്മാർട്ടോ എന്നാണ്. വില്യം സ്മാർട്ടോയെ താഴെ ഇറക്കിയപ്പോൾ ബാങ്കിലെ ജീവനക്കാർക്ക് വല്ലാത്തൊരു കൗതുകം. ആ ബാങ്കിന്റെ മേൽക്കൂരയിൽ അങ്ങനെ കയറാൻ പറ്റില്ല. എന്നിട്ടും അയാൾ എങ്ങനെ കയറി എന്നുള്ളതാണ് അവരെ അതിശയപ്പെടുത്തിയ കാര്യം. പക്ഷെ ആ അതിശയം അല്പസമയം കൊണ്ട് മാറി. കാരണം അയാളെ വലിച്ചിറക്കിയപ്പോൾ അയാളുടെ കയ്യിൽ 2 ബാഗുകളുണ്ട്. നീ ഈ ബാഗുമായിട്ട് ബാങ്കിന്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? ആ ചോദ്യം അവർ ചോദിക്കുമ്പോഴേക്കും മാനേജർ ആ ബാഗ് പിടിച്ചു വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. ഗാർഡിനോട് ആ ബാഗ് തുറന്നു നോക്കാൻ മാനേജർ ആവശ്യപ്പെട്ടതും ഗാർഡ് ബാഗ് തുറന്നു. അതിനകത്ത് ശരിക്കും സ്വർണ്ണാഭരണങ്ങളാണ്. ഏയ്, ഈ ആഭരണങ്ങളുമായിട്ട് നീ എന്തിനാ ബാങ്കിന്റെ മുകളിൽ കയറിയത്? ആ ചോദ്യം മാനേജർ ചോദിക്കുമ്പോഴേക്കും ആ ബാങ്കിലെ ലോക്കറിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് മാനേജർ അവിടേക്ക് ഓടി വന്ന് മാനേജറോട് പറഞ്ഞു, സാർ, നമ്മുടെ ലോക്കർ തുറന്നിരിക്കുന്നു. നേരത്തെ കുറച്ച് ദൂരെയുള്ള ഒരു ബാങ്കിൽ സമാന സ്വഭാവത്തിൽ ഒരു മോഷണം നടന്നതിനെ കുറിച്ച് അവരൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നപ്പോൾ ആ ലോക്കറിന്റെ ചുമതലയുള്ള മാനേജർ അതിവേഗം സ്ട്രോങ് റൂമിലേക്ക് പോയി അവിടെ ലോക്കർ ഒന്ന് നോക്കിയത്. സാധാരണ ഇതുപോലുള്ള എല്ലാ ലോക്കറും എല്ലാ ദിവസവും അസിസ്റ്റന്റ് മാനേജർ ഒന്ന് നോക്കാറൊന്നുമില്ല. പക്ഷെ ഇപ്പോ ആ വ്യക്തിയെ യൂറിനലിന്റെ മുകളിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കിയപ്പോൾ സംശയം തോന്നിയതുകൊണ്ടാണ് ആ അസിസ്റ്റന്റ് മാനേജർ സ്ട്രോങ് റൂമിലേക്ക് ഓടിച്ചെന്ന് അവിടെയുള്ള ലോക്കറുകൾ നോക്കിയത്. ലോക്കർ നോക്കിയപ്പോൾ ചിലതൊക്കെ തുറന്നിരിക്കുകയാണ്. ശരിക്കും അത് തുറന്നിരിക്കുന്ന കാര്യം അതിനകത്ത് പ്രസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ആ ശൈലിയിൽ അതിനെ അടച്ചിരിക്കുന്നത്. വിവരം പോലീസ് അറിഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി. വില്യം സ്മാർട്ടോയെ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് വിധേയമാക്കി. വില്യം സ്മാർട്ടോയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ശരിക്കും പോലീസ് ഞെട്ടിപ്പോകുന്നത്. അവര് സങ്കല്പിക്കാത്ത ഒരു ക്രൈമിന്റെ ആശാനാണ് സാക്ഷാൽ വില്യം സ്മാർട്ട്. വില്യം സ്മാർട്ട് ഈ ബാങ്കിൽ മോഷണം നടത്താൻ കയറിയത് വളരെ രസകരമായ ഒരു ശൈലിയിലാണ്. ആ ബാങ്കിൽ കുറച്ച് പണികളൊക്കെ നടക്കുകയായിരുന്നു. ടൈലിന്റെ പണിയുണ്ടായിരുന്നു, യൂറിനലിന്റെ പണിയുണ്ടായിരുന്നു, പ്ലംബിംഗ് വർക്ക്സ് ഉണ്ടായിരുന്നു, ഇലക്ട്രിക് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മെയിൻ്റനൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അതേ യൂണിഫോം വേഷത്തിലാണ് നമ്മുടെ വില്യം സ്മാർട്ട് ബാങ്കിനകത്തേക്ക് കടന്നത്. അവൻ പറഞ്ഞ ആ വാചകം കേട്ടപ്പോൾ പോലീസിന് ശരിക്കും ഒരു അതിശയം. ശനിയാഴ്ച നീ ഈ ബാങ്കിനകത്തേക്ക് കടന്നിട്ട് നീ പുറത്തു പോയില്ലേ? സർ, ഇല്ല സർ, ഞാൻ പുറത്തു പോയാൽ അത് ശരിയാവില്ല. അതെന്താ സർ? ഞാൻ മോഷ്ടിക്കാനല്ലേ കയറിയത്. അവന്റെ വളരെ നിഷ്കളങ്കമായുള്ള ആ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്നറിയാതെ ബാങ്കിലെ മാനേജറും പോലീസും ഒക്കെ മുഖാമുഖം നോക്കുമ്പോൾ അവൻ കഥ പറഞ്ഞു. അവൻ ശരിക്കും ഒരു ലേൺഡ് തീഫാണ്, പഠിച്ച കള്ളൻ. അവന് എങ്ങനെയാണ് മോഷ്ടിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. അവൻ ഒരു മോഷണം നടത്താൻ തീരുമാനിക്കുന്ന സ്ഥലം ആദ്യമേ നന്നായി അങ്ങ് പഠിക്കും. ആ വെനുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സ്ഥലവും ബിൽഡിങ്ങും ബിൽഡിങ്ങിലെ എല്ലാ സ്ട്രക്ചറും അതിനകത്തുള്ള ജീവനക്കാരും അവരുടെ സ്വഭാവവും പ്രവർത്തന രീതിയും ഒക്കെ പഠിക്കും. ആ പഠനത്തിൽ അവൻ ഒരു തരത്തിലുള്ള കളവും കാണിക്കത്തില്ല. ശരിക്കും മിടുക്കനായ ഒരു പഠിതാവാണ് വില്യം സ്മാർട്ടോ. അവൻ നന്നായി പഠിച്ചു ആ ബാങ്കിനെ കുറിച്ച്. ആ ബാങ്കിലെ ആളുകളുടെ റെഗുലർ വർക്ക് എങ്ങനെയാണെന്ന് അവൻ പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ആ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ബാങ്കിൽ കൊള്ളയടിക്കുമ്പോൾ എവിടെ കൊള്ളയടിക്കണം എന്നതിനെ കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ട്. ബാങ്കിനകത്ത് സ്ട്രോങ് റൂമിൽ ഇഷ്ടംപോലെ പണം കാണും. ചിലപ്പോ ഈ പറഞ്ഞ ലോക്കറുകളുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ ബാങ്കിന്റെ തന്നെ പണമായിരിക്കും. ഇവിടെ ഈ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചിരിക്കുന്നത് ബാങ്കിന്റെ തന്നെ ആഭരണങ്ങളും ബാങ്കിന്റെ തന്നെ പണവുമാണ്. അവൻ ഒരു സഞ്ചിയിൽ പണവും മറുസഞ്ചിയിൽ ആഭരണമായിരുന്നു. ആഭരണം ബാങ്ക് ആളുകളുടെ ഡെപ്പോസിറ്റായി സ്വീകരിച്ചിട്ട് ആ ആഭരണത്തിന് പകരമായി ബാങ്ക് പണം വായ്പ കൊടുക്കാറുണ്ട്. അങ്ങനെ പണയമായി അവൻ സ്വീകരിച്ചിരിക്കുന്ന സ്വർണമാണ് അവൻ കൊള്ളയടിച്ച ഒരു ഐറ്റം. മറ്റൊന്ന് ബാങ്കിന്റെ തന്നെ പണമാണ്. അത് കൊള്ളയടിക്കാനായി അവൻ കണ്ടെത്തുന്ന സമയമാണ് രസം. അവൻ പണം കൊള്ളയടിക്കുന്നത് ശനിയാഴ്ച രാത്രിയോ ഞായറാഴ്ചയോ ഒക്കെ ആയിരിക്കും. അവൻ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും ആ ബാങ്കിനകത്തുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ പണവുമായി അവൻ രക്ഷപ്പെടാൻ പറ്റില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൻ ആവശ്യമുള്ളത് മാത്രമേ അവൻ എടുത്തുള്ളൂ. ഒരു ബാഗ് നിറയെ നോട്ടുകെട്ടുകൾ അടുക്കി മറ്റൊരു ബാഗ് നിറയെ അവൻ സ്വർണ്ണാഭരണങ്ങൾ അടുക്കിയതിന് ശേഷം അതുമായി യൂറിനലിന്റെ ഭാഗത്തെത്തി അവിടെയുള്ള മേൽക്കുരയിലെ ആ ഫോൾസ് റൂഫ് ഇളക്കി യൂറിനലിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. അവനറിയാം എപ്പോഴാണ് യൂറിനലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. അവിടെ ഒളിച്ചിരിക്കുന്ന അവന് പണിക്കാരൊക്കെ വന്ന് പണി തുടങ്ങുന്ന സമയത്ത് അവിടുന്ന് പുറത്തിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അവന്റെ കഷ്ടകാലത്തിന് അന്ന് അവിടെ മൂത്രം ഒഴിക്കാൻ വന്നവന്റെ പുറത്തേക്ക് അവൻ ഇളക്കിയ ആ ഫാൾസ് റൂഫ് താഴേക്ക് വീഴുകയായിരുന്നു.
ശരിക്കും ആ ഫോൾസ് റൂഫ് ഇളക്കിയതിനു ശേഷം അകത്തേക്ക് കയറി അവൻ ആ ഫാൾസ് റൂഫ് ആരും സംശയിക്കാത്ത ശൈലിയിൽ ഒട്ടിച്ചു പിടിച്ചിരുന്നു. ഭാഗ്യനിർഭാഗ്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയാണ്. ആ ഒട്ടിപ്പ് ഇളകി അത് താഴേക്ക് വീണു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. ഇതൊക്കെ കണ്ടപ്പോൾ പോലീസിന് അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ലെന്നായി. അവനോട് ചോദിച്ചു, അല്ല, ഈ ബാങ്കിൽ അലാറം സിസ്റ്റം ഇല്ലേ? ആ അലാറം സിസ്റ്റം നീ ലോക്കർ പൊളിക്കുമ്പോൾ സ്വാഭാവികമായി ശബ്ദം ഉണ്ടാക്കില്ലേ? സാർ, അത് ശബ്ദം ഉണ്ടാക്കും. അപ്പൊ മാനേജർ പറഞ്ഞു, സാർ, ഒരു ശബ്ദവും നമ്മൾ കേട്ടില്ല. മാനേജറുടെ വീടുമായി അത് കണക്റ്റഡാണ്, അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റഡാണ്, അതുപോലെ ഹെഡ് ഓഫീസുമായിട്ട് കണക്റ്റഡാണ്, അവിടെയൊന്നും വിവരം അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാനേജർ പറഞ്ഞതും അസിസ്റ്റന്റ് മാനേജർ ആ വിവരം ഉടൻ റിപ്പോർട്ട് ചെയ്തു. സാർ, അലാറം കട്ട് ചെയ്തിരിക്കുകയാണ്. അത് കേട്ടതും വില്യം സ്മാർട്ടോ ഒന്ന് പുഞ്ചിരിച്ചു. സാർ, ഞാൻ ഈ പണിക്കാരെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച അകത്ത് കയറിയപ്പോൾ ഇലക്ട്രിക് പണിയൊക്കെ നടക്കുന്നതിനിടയിൽ ആ അലാറം കട്ട് ചെയ്തിരുന്നു. വളരെ സിമ്പിളായിട്ട് അവൻ ആ കാര്യം ചെയ്തു. ആ കാര്യം അങ്ങനെ സിമ്പിളായി ചെയ്യാൻ വേണ്ടിയാണ് അവൻ ആ പണിക്കാരെ കൂട്ടത്തിൽ അവർ പോലും അറിയാതെ കയറി പറ്റിയതും ആ അലാറം കട്ട് ചെയ്തതും. പോലീസിന് ആ കാര്യം വ്യക്തമായി. പക്ഷെ ഇപ്പോഴും പോലീസിന്റെ മുന്നിൽ ഒരു സംശയം കൂടിയുണ്ട്. അല്ല, ആ സ്ട്രോങ് റൂമിൽ കയറണമെങ്കിൽ നീ വിചാരിച്ച പറ്റില്ലല്ലോ. അവിടെ ബാങ്കിന്റെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചല്ലേ അകത്ത് കയറാൻ പറ്റും. സാർ, അതങ്ങനെ തന്നെയാണ്. അവൻ അങ്ങനെ പറഞ്ഞിട്ടും പോലീസിനോ മാനേജർക്കോ ആ സ്ട്രോങ് റൂമിന്റെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനോ കഥ മനസ്സിലാകുന്നില്ല. അവര് ആ കള്ളനോട് ചോദിച്ചു, എടാ, നീ എങ്ങനെ അകത്ത് കയറിയത്? മാഡം, ദേഷ്യപ്പെടുന്നു വേണ്ട, മാഡം തന്നെയാണ് എന്നെ അകത്ത് കയറ്റിയത്. അവന്റെ മറുപടി സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ഞെട്ടലും അതുപോലെ ഒരു പുഞ്ചിരിയും ഉണ്ടാക്കുകയാണ്. ബാങ്കിനകത്തുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കൂടി സഹകരണത്തോടുകൂടി ഒരു കള്ളൻ മോഷണം നടത്തുമ്പോൾ പിടിക്കാൻ ഒരു വലിയ സുഖം കിട്ടും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ സ്ത്രീ പക്ഷേ ശരിക്കും ഞെട്ടിപ്പോയി. അവൻ ഞെട്ടി നിൽക്കുന്ന ആ ബാങ്ക് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, മാഡം പേടിക്കണ്ട, മാഡം സ്ട്രോങ് റൂമിനകത്തേക്ക് കടക്കുമ്പോൾ ഞാനും കൂടെ വന്നിരുന്നു. അവൻ ആ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏയ്, നീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർ വീണ്ടും പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മാഡം എന്റെ സഹോദരൻ വിൻസെന്റിനെ ഓർമ്മിക്കുന്നുണ്ടാവും. വിൻസെന്റ് ലോക്കർ തുറക്കാൻ മാഡത്തോടൊപ്പം സ്ട്രോങ് റൂമിനകത്തേക്ക് വന്നിരുന്നു. മാഡം അത് ഓർക്കുന്നുണ്ടോ? അനവധി ആളുകൾ സ്ട്രോങ് റൂമിനകത്തുള്ള ലോക്കർ തുറക്കാൻ വരികയും പോവുകയൊക്കെ ചെയ്യും. ആ കൂട്ടത്തിൽ ഏതൊരു കഥാപാത്രമാണ് ഈ വിൻസെന്റ്. അവരുടൻ തന്നെ രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു വിൻസെന്റ് ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച അവിടെ ആ ലോക്കർ തുറന്നിട്ടുണ്ട്. ഒരു 71 നമ്പർ ലോക്കറാണ് തുറന്നിരിക്കുന്നത്. വിൻസെന്റ് അവർക്കൊപ്പം അകത്തേക്ക് വന്ന സമയം എഴുതിയിട്ടുണ്ട്, തിരിച്ച് വിൻസെന്റ് പോയ സമയം എഴുതിയിട്ടുണ്ട്. ആ കള്ളൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് അവൻ നേരത്തെ ഒരു മോഷണം നടത്തിയിരുന്നു എന്നുള്ള കാര്യം പോലീസിനോട് സമ്മതിച്ചത്. അത് ആ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഷിക്കാഗോയിലെ ശാഖയിലാണ്. ആ മോഷണവും ഇപ്പോഴത്തെ ബാങ്കിലെ മോഷണവും ഏതാണ്ട് സമാന സ്വഭാവത്തിലാണ്. അവൻ ആ മോഷണത്തിന്റെ രീതി വളരെ വിശദമായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞു തുടങ്ങി. ഷിക്കാഗോയിലെ ആ ബാങ്കിൽ ഇഷ്ടംപോലെ ലോക്കറുകൾ ഉള്ള കാര്യം അവന് നേരത്തെ തന്നെ അറിയാം. അത് മനസ്സിലാക്കിയ അവൻ ആ ബാങ്കിൽ ഒരു ലോക്കർ എടുത്തു. ലോക്കർ എടുത്താൽ മാത്രമേ ആ ലോക്കർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നന്നായി പഠിക്കാൻ പറ്റും. ആ ലോക്കർ എടുത്തത് വില്യം സ്മാർട്ടോയും അഞ്ചൻ വിൻസെന്റും ചേർന്നാണ്. രണ്ടുപേർക്കും എപ്പോൾ വേണമെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായിട്ടും ആ ലോക്കർ തുറക്കാനുള്ള അനുവാദം അതുവഴി കിട്ടി. ലോക്കർ എടുത്ത അവർ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ വന്ന് ലോക്കർ തുറക്കും. ലോക്കർ തുറക്കുന്ന സമയത്ത് അവർ പലതും പഠിക്കുകയാണ്. ആ ബാങ്കിലെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് അവർ പഠനത്തിന് വിധേയമാക്കിയ ആദ്യത്തെ കാര്യം. ആ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനം എന്തൊക്കെയാണ്, അലാറം സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെക്യൂരിറ്റി ഗാർഡുകൾ എപ്പോഴൊക്കെയാണ് മാറുന്നത്, ജീവനക്കാരുടെ ഒരു രീതി എങ്ങനെയാണ്, രാവിലെ എത്തിയാൽ വൈകുന്നേരം വരെ അവർ സീറ്റിൽ തന്നെ ഇരിക്കുകയാണോ അതോ അവര് സീറ്റിൽ നിന്ന് എണീക്കൂ? എന്തായാലും ഭക്ഷണം കഴിക്കാൻ അവർ എണീക്കും. അതിന് പുറമേയും ജീവനക്കാർ എണീക്കുന്നതായി ബാങ്കിലെ സ്ഥിരം സന്ദർശനത്തിനിടയിൽ അവന്മാർക്ക് മനസ്സിലായി. അത് ചായ കുടിക്കാൻ പോകുന്ന ഒരു ചെറിയ ഇന്റർവെല്ലാണ്. അതൊരു റെഗുലർ സംവിധാനമാണ്. ബാങ്കിൽ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് എണീറ്റ് പോകത്തില്ല. ഒരു ടീം പോകുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അവിടെ കാണും. എല്ലായ്പ്പോഴും ബാങ്കിൽ ജീവനക്കാർ ഉള്ള ഒരു പ്രതീതി കസ്റ്റമേഴ്സിന്റെ മുന്നിൽ അവരങ്ങനെയാണ് നിലനിർത്തുന്നത്. അത് നമ്മുടെ വിൻസെന്റും വില്യമും കൃത്യമായി നോട്ട് ചെയ്തു. അവർ നോട്ട് ചെയ്തത് പ്രധാനമായി ആ അസിസ്റ്റന്റ് മാനേജറുടെ ചെയ്തികളാണ്. രാവിലെ ജീവനക്കാർക്കൊപ്പം എത്തുന്ന അസിസ്റ്റന്റ് മാനേജർ സൈൻ ചെയ്ത് അധിക സമയം കഴിയുമ്പോൾ തന്നെ
അവർ ആ സ്ട്രോങ് റൂം തുറന്നു വയ്ക്കും. രാവിലെ തുറക്കുന്ന സ്ട്രോങ് റൂം അവർ വൈകിട്ട് പുറത്തു പോകുമ്പോഴാണ് അടയ്ക്കുക. രാവിലെ 10 മണി തൊട്ട് 5 മണി വരെയും ആ സ്ട്രോങ് റൂം തുറന്നു തന്നെ ഇരിക്കും. രാവിലെ 9 മണിക്ക് അവർ ബാങ്കിൽ എത്തിയാലും 10 മണി ആയാലേ ആ സ്ട്രോങ് റൂം അവർക്ക് തുറക്കാൻ പറ്റും. 10 മണിയാകുമ്പോൾ അവരുടെ ഇടത് കൈയിലെ ഇടത് തള്ളവിരൽ ആ സ്ട്രോങ് റൂമിലെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. ആ സമയത്ത് അവരുടെ കൈവശമുള്ള താക്കോൽ ഉപയോഗിച്ച് അവർ സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷമാണ് ബാങ്കിന്റെ അന്നത്തെ ട്രാൻസാക്ഷൻ ആവശ്യമായ പണം സ്ട്രോങ് റൂമിൽ നിന്ന് എടുക്കുന്നത്. ആ പണം എടുക്കുന്ന സമയത്ത് അവർക്കൊപ്പം മാനേജറും കാഷ്യറും ഉണ്ടാവും. ഇതെല്ലാം വിൻസെന്റും അതുപോലെ വില്യവും കൃത്യമായി നോക്കി ബോധ്യപ്പെട്ടു. ഏകദേശം ഒരു 11:30 മണിയാകുമ്പോൾ ആ അസിസ്റ്റന്റ് മാനേജർ മറ്റു 2 ജീവനക്കാർക്കൊപ്പം സമീപത്തുള്ള കഫറ്റേരിയയിൽ കയറി ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയമാണ് അവര് ചായ കുടിക്കുന്നതിന് വേണ്ടി എടുക്കുക. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനായി ഏകദേശം അരമണിക്കൂർ സമയമെടുക്കും. വൈകുന്നേരവും ഇതുപോലെ ഒരു ചെറിയ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഇതൊക്കെ നിരന്തരമായ നിരീക്ഷണം വഴി വിൻസെന്റും വില്യമും നോക്കി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. വൈകുന്നേരം 5 മണിയാകുമ്പോൾ കൃത്യമായ സ്ട്രോങ് റൂം പൂട്ടപ്പെടുമെന്നും അവർക്ക് ഇതിനിടയിൽ മനസ്സിലായി. സ്ട്രോങ് റൂമിനകത്ത് ഇഷ്ടംപോലെ ഈ ലോക്കറുകളുണ്ട്. ആ ലോക്കറുകൾക്കകത്ത് എന്താണ് ആളുകൾ കൊണ്ടുവെക്കുന്നതെന്ന് ബാങ്കുകൾ ശ്രദ്ധിക്കാറില്ല. അതും വില്യമിനും അതുപോലെ തന്നെ വിൻസെന്റിനും അറിയാം. അവര് പലപ്പോഴും ബാങ്കിലെത്തുമ്പോൾ അവരുടെ ബാഗിൽ പല സാധനങ്ങളും കാണും. ബാങ്കിലെ ആ ലോക്കർ രജിസ്റ്ററിൽ പേരെഴുതി അസിസ്റ്റന്റ് മാനേജർക്കൊപ്പം സ്ട്രോങ് റൂമിൽ എത്തുന്ന അവർ ലോക്കറിന് അടുത്തെത്തുന്നതും അവിടെയുള്ള അവരുടെ 36-ാം നമ്പർ ലോക്കർ ആ അസിസ്റ്റന്റ് മാനേജർ തുറക്കും. എല്ലാ ലോക്കറിലും ഇതുപോലെ 2 സ്പോട്ട് കാണും. ഒന്നാമത്തത് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ താക്കോൽ ഇടുന്ന സ്ഥലം, രണ്ടാമത്തത് കസ്റ്റമർ ഇടുന്ന സ്ഥലം. അസിസ്റ്റന്റ് മാനേജർ ആ താക്കോൽ ദൂരത്തിലേക്ക് അവരുടെ കയ്യിലുള്ള താക്കോലിട്ട് തുറന്നതിന് ശേഷം നമുക്ക് വേണ്ടി അങ്ങ് മാറും. അസിസ്റ്റന്റ് മാനേജർ നമ്മൾ അകത്ത് എന്ത് വെക്കുന്നത് നോക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ആ മാനേജർ പോയി കഴിയുന്നതും നമുക്ക് നമ്മുടെ താക്കോലിട്ട് ലോക്കർ തുറക്കാം. ലോക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ വില്യമും വിൻസെന്റും നിരന്തരമായി ആ ബാങ്കിൽ വരികയും അവരുടെ ലോക്കർ തുറന്ന് അവരതിനകത്തേക്ക് ആ ബാങ്ക് ലോക്കർ പൊളിക്കാനുള്ള ടൂളുകൾ ഒന്നായി കൊണ്ടുവയ്ക്കുകയും ചെയ്യും. ലോക്കർ പൊളിക്കാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് കഴിഞ്ഞതും വില്യമും വിൻസെന്റും കൂടി അടുത്ത ഒരു പരീക്ഷണത്തിന് തയ്യാറായി. അവർക്കിനി അറിയേണ്ടത് അവര് ആ അലാറം കട്ട് ചെയ്താൽ ആ ബാങ്കിലെ മറ്റേതെങ്കിലും സംവിധാനം വർക്ക് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് അവരറിയാത്ത മറ്റേതെങ്കിലും അലാറം ഉണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. അത് പരീക്ഷിക്കാനായി അവര് ഒരു അലാറം തന്നെ കൊണ്ടുവന്ന് അവരുടെ ലോക്കറിനകത്ത് വെച്ചു. അതിനുശേഷം അവരങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു അവസരം വന്നു. അത് ആ ബാങ്കിലെ ഒരു പണി നടക്കുന്ന സമയമാണ്. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ അതേ യൂണിഫോമിൽ വില്യം ആ ജീവനക്കാർക്കൊപ്പം ബാങ്കിനകത്തേക്ക് കയറി. ഇലക്ട്രിക് പണിയൊക്കെ നടക്കുന്ന സമയമാണ്. ആ ഇലക്ട്രിക് പണിക്കാരുടെ കൂട്ടത്തിൽ കടന്ന വില്യം അവിടെ പണി നടക്കുന്നിടയിൽ പല സ്വിച്ചുകളും ഓഫ് ചെയ്യുകയും ഓണാക്കുകയൊക്കെ ചെയ്യണമല്ലോ. ആ കൂട്ടത്തിൽ വളരെ കൂളായിട്ട് ബാങ്കിന്റെ ആ അലാറം അങ്ങ് ഓഫാക്കി. ശരിക്കും അയാളത് കട്ട് ചെയ്യായിരുന്നു. ആ ബാങ്കിലെ അലാറം സുന്ദരമായി കട്ട് ചെയ്ത വില്യം ആ പണിക്കാരുടെ യൂണിഫോമിൽ തന്നെ ആരുടെ ശ്രദ്ധയപ്പെടാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ബാങ്കിൽ അനവധി പണിക്കാര് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശരിക്കും അകത്തുള്ള ജീവനക്കാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടില്ല. ബാങ്കിന്റെ ഗേറ്റ് കടന്ന് പുറത്തുപോയ വില്യം ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുളിച്ച് സുന്ദരനായി അവന്റെ സാധാരണ വേഷത്തിൽ ബാങ്കിലേക്ക് വന്നു. അവൻ ഇപ്പോൾ വന്നത് ലോക്കർ തുറക്കാൻ വേണ്ടിയാണ്. അസിസ്റ്റന്റ് മാനേജർ സ്ഥിരമായി വില്യമിനെ കാണുന്ന ആളാണല്ലോ. സ്വാഭാവികമായിട്ടും അവര് ലോക്കർ രജിസ്റ്റർ എടുത്തു. 36-ാം നമ്പർ ലോക്കർ നമ്പർ എഴുതി അതിനകത്ത് അയാൾ സൈൻ ചെയ്തു, സമയം കുറിച്ചു. അസിസ്റ്റന്റ് മാനേജർക്കൊപ്പം ആ സ്ട്രോങ് റൂമിനകത്തേക്ക് കടന്നു. അവര് ആ 36-ാം നമ്പർ ലോക്കർ തുറന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങിയതും ലോക്കർ തുറന്ന വില്യം തന്റെ ബാഗിനകത്ത് കരുതിയിരുന്ന ഒരു അലാറം എടുത്ത് അകത്ത് വെച്ചു. അവൻ രാത്രി 2 മണിക്ക് അലാറം അടിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് അലാറം അതിനകത്ത് വെക്കുകയായിരുന്നു. ലോക്കർ പൂട്ടി പുറത്തിറങ്ങി രജിസ്റ്ററിൽ ടൈം എഴുതി സൈൻ ചെയ്ത് അവൻ പുറത്തുപോയി. അവനും അവൻ്റെ അനുജൻ വിൻസെന്റും അവരുടെ വീട്ടിൽ അങ്ങനെ കാത്തിരിക്കുകയാണ് രാത്രി 2 മണിയാകാൻ വേണ്ടി. ഏകദേശം 1:30 മണിയായപ്പോഴേ അവര് ബാങ്കിന്റെ സമീപത്തേക്ക് എത്തി. അവര് അവിടെ മാറി നിൽക്കുകയാണ്. കൃത്യം 2 മണിയാകുമ്പോൾ അവർക്കറിയാം അലാറം അടിക്കുമെന്ന്. അലാറം അടിച്ചു. അവരങ്ങനെ മിടിക്കുന്ന ഹൃദയത്തോടു കൂടി അങ്ങനെ കാത്തു നിന്നു. 2:05 10 2:30 അവിടെ ഒരു അനക്കവുമില്ല. 3 മണി വരെ അവരോട് നിന്നു.
ഒരു അനക്കവുമില്ല. അവർക്ക് അപ്പോ ആ കാര്യം മനസ്സിലായി. അവര് ആ ബാങ്കിന്റെ അലാറം വിജയകരമായി കട്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ആ ലോക്കർ റൂമിനകത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടാൽ ആ നിമിഷം ബാങ്കിന്റെ അലാറം വർക്ക് ചെയ്യണം. അതാണ് അവിടുത്തെ ആ അലാറം സിസ്റ്റം. ആ അലാറം കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ലോക്കറിനകത്തുള്ള അലാറം ശബ്ദിച്ചിട്ടും ലോക്കർ റൂമിന്റെ ആ ലോക്കറുമായി കണക്ട് ചെയ്തിരിക്കുന്ന അലാറം വർക്ക് ചെയ്യാത്തത്. 3 മണിയോടുകൂടി അവർ ആ കാര്യം കൺഫേം ആക്കി. അവരുടെ ആ ബുദ്ധി വിജയിച്ചിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ 11:30 ആ അസിസ്റ്റന്റ് മാനേജർ ചായ കുടിക്കാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട്. ആ ചായ കുടിക്കാൻ അവർ പോകുന്നതിന് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് വില്യത്തിന്റെ അനുജൻ വിൻസെന്റ് ആ അസിസ്റ്റന്റ് മാനേജറുടെ മുന്നിലെത്തി. അവന് ലോക്കർ തുറക്കണം. സ്ഥിരമായി വരുന്ന കക്ഷികളായതുകൊണ്ട് അസിസ്റ്റന്റ് മാനേജർക്ക് വേറെ സംശയമൊന്നുമില്ല. അവര് അതിവേഗം ആ നടപടികളൊക്കെ പൂർത്തീകരിച്ച് വിൻസെന്റിനൊപ്പം സ്ട്രോങ് റൂമിനകത്തേക്ക് കടന്നു. അതിനുശേഷം അവര് ആ 36 നമ്പർ ലോക്കർ തുറന്നു കൊടുത്തു. അവരുടെ ഭാഗം കഴിഞ്ഞതും ആ അസിസ്റ്റന്റ് മാനേജർ ബാങ്കിനകത്തേക്ക് നീങ്ങി. അവര് അവിടെ 11:30 വരെ അവർ സീറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും 11:30ക്കും 11:40 ഇടയിൽ അവർ ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട്. അവരും 2 സഹപ്രവർത്തകരും ഒരുമിച്ചാണ് ബാങ്കിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന കഫറ്റേരിയയിൽ കയറി ചായ കുടിക്കുന്നത്. ആ ടീം പുറത്തേക്ക് ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങിയതും പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന വില്യം അകത്തേക്ക് കടന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള സമയമാണ്. ബാങ്കിന്റെ ലോക്കർ റൂം എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്ന വില്യം ആ ആളുകൾക്കിടയിൽ കൂടി തന്നെ സാവധാനം സ്ട്രോങ് റൂമിലേക്ക് കടന്നു. സ്ട്രോങ് റൂമിൽ ആ സമയത്ത് വിൻസെന്റ് ഉണ്ട്. വിൻസെന്റും വില്യവും സ്ഥിരമായി വരികയും പോവുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ബാങ്ക് ജീവനക്കാർ ആരെങ്കിലും കണ്ടെങ്കിലും അവർ ശ്രദ്ധിച്ചില്ല എന്നാണ് സത്യം. അകത്ത് കയറിയ വില്യം അവിടെ നേരത്തെ തന്നെ ഒരു സംവിധാനം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ലോക്കർ പോലുള്ള പെട്ടിയാണ്. ശരിക്കൊരു കുഞ്ഞ് അലമാര എന്ന് പറയാം. വില്യം ആ അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചു കഴിഞ്ഞതും വിൻസെന്റ് ആ ലോക്കർ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അവൻ രജിസ്റ്ററിൽ അവൻ പുറത്തിറങ്ങുന്ന സമയം രേഖപ്പെടുത്തി. അകത്തേക്ക് പോയത് 2 പേരാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയത് ശരിക്കും ഒരാളാണ്. ആ കാര്യം അവിടെ ആരുടെയും ശ്രദ്ധയപ്പെട്ടില്ല. അതുപോലെ വൈകുന്നേരം 5 മണിയോടുകൂടി സ്ട്രോങ് റൂം അടച്ച അസിസ്റ്റന്റ് മാനേജറും ബാക്കി ഉദ്യോഗസ്ഥരും അവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതും ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും രാത്രി ഏകദേശം 8 മണിയായിട്ടുണ്ടാവും. ഇത്രയും സമയം ആ സ്ട്രോങ് റൂമിനകത്ത് ആ അലമാരയിൽ വില്യം അങ്ങനെ നിശബ്ദനായി ഇരിക്കുകയാണ്. സകല ആളുകളും ബാങ്കിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞുവെന്ന് ഉറപ്പായതും വില്യം ആ അലമാരയിൽ നിന്ന് പുറത്തിറങ്ങി. അവന് കഴിക്കാനുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും നേരത്തെ തന്നെ ലോക്കറിൽ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫുഡിന്റെ കൂട്ടത്തിൽ കുടിക്കാനുള്ള വെള്ളവും ഉണ്ട്. അവന് അത്യാവശ്യമുള്ള ചില ടൂളുകൾ ഇപ്പോൾ അവന്റെ കയ്യിലുമുണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് അവന്റെ ആ 36 നമ്പർ ലോക്കർ വളരെ അനായാസമായിട്ട് വില്യം പൊളിച്ചു. അതിനകത്തുള്ള ടൂൾ കിറ്റ് പുറത്തെടുത്ത വില്യം തുടർന്ന് ഓരോ ലോക്കറുകളായി പൊളിച്ചു തുടങ്ങി. ലോക്കറുകൾ പൊളിച്ച വില്യം അതിനകത്ത് കെട്ടുകളാക്കി അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകളൊക്കെ അവന്റെ ബാഗിലേക്ക് മാറ്റി. ചില ലോക്കറുകളിൽ സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതും അവൻ ബാഗിലേക്ക് മാറ്റി. എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞതും അവന്റെ 36 നമ്പർ ലോക്കറിനകത്തുണ്ടായിരുന്ന ടൂൾ കിറ്റ് അവനെടുത്ത് വേറൊരു ലോക്കറിലേക്ക് വെച്ചു. അതുപോലെ അവന്റെ ആ അലാറം അത് മറ്റൊരു ലോക്കറിലുമാക്കി. ലോക്കറുമായി ബന്ധിപ്പിച്ച് ഒരു അന്വേഷണം നടന്നാൽ അവനിലേക്കും അവന്റെ അനുജനിലേക്കും അന്വേഷണം എത്തരുതെന്ന് വില്യത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ സമയത്ത് ബാങ്കിന്റെ പുറത്ത് സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ട്. സെക്യൂരിറ്റി ജീവനക്കാർ ആ ബാങ്കിൽ അങ്ങനെ കാവൽ നിൽക്കുമ്പോൾ അകത്ത് അവൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു സുഖവാസം തന്നെ നടത്തിയെന്ന് പറയാം. നേരം പുലരാറായപ്പോഴാണ് ബാത്റൂമൊക്കെ പോയതിനു ശേഷം നമ്മുടെ വില്യം സ്മാർട്ടോ വീണ്ടും അവന്റെ ആ ഒളിച്ചിരിക്കുന്ന അലമാരയ്ക്കകത്തേക്ക് കയറിയത്. അവൻ അതിനകത്ത് കയറി നിശബ്ദനായി ഇരിക്കുമ്പോൾ തിങ്കളാഴ്ച നേരം പുലർന്നു. രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി ബാങ്കിൽ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഒക്കെ എത്തി. ജീവനക്കാർ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആ അലമാരയ്ക്കകത്തിരിക്കുന്ന വില്യത്തിനെ കൃത്യമായി കേൾക്കാം. അവൻ കാത്തിരുന്ന ആ സംഭവം എത്തുന്നത് രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് അസിസ്റ്റന്റ് മാനേജർ അവരുടെ ആ ഇടത് തള്ളവിരൽ അമർത്തി താക്കോൽ ഉപയോഗിച്ച് സ്ട്രോങ് റൂം തുറന്നു. സ്ട്രോങ് റൂം തുറന്ന് അവർക്കൊപ്പം മാനേജറും ക്യാഷ്യറും ആ മുറിക്കകത്തേക്ക് വന്നു. അവരാരും തന്നെ ആ ലോക്കർ ഭാഗത്തേക്ക് നോക്കിയില്ല. ബാങ്കിന്റെ പണം ഇരിക്കുന്ന ആ സൈഡിലേക്ക് നീങ്ങിയ അവർക്ക് ആവശ്യമായ പണം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. സ്ട്രോങ് റൂം തുറന്നു കിടക്കുകയാണ്. അതുപോലെ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 9 മണി മുതലേ ആ ബാങ്കിൽ പണിക്കാരെത്തിയിട്ടുണ്ട്.
പണിക്കാരിൽ പലരും ബാങ്കിനകത്ത് ഇലക്ട്രിക് വർക്ക് നടക്കുന്ന ഭാഗത്തുണ്ട്. ഈ സമയത്ത് പണിക്കാർ അകത്തേക്ക് പുറത്തേക്ക് പോവുകയാണ്. ധാരാളം കസ്റ്റമേഴ്സും എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ സ്ട്രോങ് റൂമിനകത്ത് നിന്ന് വില്യം ആ അലമാര തുറന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അയാൾ ധരിച്ചിരിക്കുന്നത് ആ പണിക്കാരുടെ അതേ യൂണിഫോം ഡ്രസ്സാണ്. പണിക്കാരുടെ യൂണിഫോം ഡ്രസ്സും പണിക്കാരുടെ പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന 2 ബാഗുമായി അവൻ സാവധാനം സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയും ചെയ്തു. ആരുടെയും ശ്രദ്ധയപ്പെടാതെ വളരെ കൂളായിട്ട് വില്യം ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടന്ന് പുറത്തേക്ക് വന്നു. അനവധി പണിക്കാർ അകത്തേക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കസ്റ്റമേഴ്സ് ആരും പണിക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാങ്കിലെ ജീവനക്കാർ. വില്യം പുറത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മറ്റൊരാള് അവിടെ ആ ലോക്കർ തുറക്കാനായി എത്തുന്നത്. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. പുറത്തിറങ്ങിയ വില്യമിനെ കാത്ത് അവന്റെ അനുജൻ വിൻസെന്റ് ഉണ്ടായിരുന്നു. അവർ അതിവേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വില്യം പറഞ്ഞ കഥ കേട്ട് പോലീസിന്റെ കിളി പോയതുപോലെയായി. ഈ കഥ അവൻ പറയുന്നത് പുതിയ ബാങ്കിൽ വെച്ചാണ്. പോലീസിനോട് വില്യം കഥ പറയുന്ന സമയത്തും ഷിക്കാഗോയിലെ ബാങ്കിലെ ജീവനക്കാർ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവരുടെ ബാങ്കിൽ നിന്ന് എങ്ങനെ ആ ലോക്കർ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം അവർക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് അനവധി പോലീസ് കാറുകൾ ആ ബാങ്കിന്റെ മുന്നിലേക്ക് വരുന്നത്. പോലീസ് വാനിൽ സാക്ഷാൽ വില്യത്തിന്റെ അനുജൻ വിൻസെന്റും ഉണ്ട്. അവരെ കൈവലങ്ങ് അണിയിച്ച് ബാങ്കിനകത്തേക്ക് കൊണ്ടുവന്നു. സ്ഥിരമായി കാണുന്ന 2 കഥാപാത്രങ്ങളാണ് ഈ വില്യവും വിൻസെന്റും. അവരെ ബാങ്കിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ ആ അസിസ്റ്റന്റ് മാനേജറും ഉണ്ട്. സ്ഥിരമായി അവരുടെ അടുത്ത് വന്ന് സൈൻ ചെയ്യുന്ന കഥാപാത്രങ്ങളാണല്ലോ ഈ വില്യവും അതുപോലെ വിൻസെന്റും. അവരെ കണ്ട് ജീവനക്കാരൊക്കെ അമ്പരം നിൽക്കുമ്പോൾ പോലീസ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബാങ്കിൽ മോഷണം നടത്തിയത് ഇവരാണ്. ഇവരോ സാർ? ഇവരെങ്ങനെ സാർ മോഷണം നടത്തിയത്? അതൊക്കെ ഒരു വലിയ കഥയാണ്. പോലീസ് ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും മാനേജറും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ അമ്പരം നിൽക്കുമ്പോൾ പോലീസ് അവരോട് കാര്യങ്ങളൊക്കെ വിശദമാക്കി. കഥ കേട്ട് കഴിഞ്ഞ ആ അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെ സകലരും അമ്പരന്ന് വില്യത്തിനെയും വിൻസെന്റിനെയും അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. ശരിക്കും ഷിക്കാഗോയെ മാത്രമല്ല US ആകെ അമ്പരപ്പിച്ച ഒരു ബാങ്ക് മോഷണമാണ് ഈ വില്യമും വിൻസെന്റും കൂടി നടത്തിയത്. ബാങ്കിന്റെ എല്ലാ ഓപ്പറേഷൻസും നന്നായി പഠിച്ചതിന് ശേഷം അതിമനോഹരമായിട്ട് ഒരു മോഷണം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുകയായിരുന്നു വില്യമും വിൻസെന്റും. പക്ഷെ അവർക്ക് ഒരു അബദ്ധം പറ്റിയത് ആ യൂണലിലെ ആ ഫാൾസ് റൂഫ് ഇളകി താഴെ വീണപ്പോഴാണ്. അത് ആ സമയത്ത് ഇളകി താഴെ വീണില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് ഇളകി വീണ സമയത്ത് ഒരുത്തൻ മൂത്രമൊഴിക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും അവന് രക്ഷപ്പെട്ടനെ. വില്യത്തിന്റെ അച്ഛനും അമ്മയും അവന് പേരിട്ടപ്പോൾ ആ പേരിനൊപ്പം ചേർത്തൊരു വാക്കുണ്ട്, വില്യം സ്മാർട്ടോ. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, വില്യം സ്മാർട്ട് തന്നെയാണ്. ബാങ്ക് കവർച്ച ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. അങ്ങനെ ഒരു അബദ്ധം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ ഒരു ബാങ്ക് മോഷണം നടത്തിയ വ്യക്തിക്ക് പറ്റിയത് ഒരു വലിയ വാർത്തയായി മാറിയിരുന്നു. ആ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തതാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആളുകൾ അതൊന്ന് കാണുക. വളരെ സമർത്ഥമായ ആസൂത്രണം, അതിസമർത്ഥമായ മോഷണം, അതിലേറെ സമർത്ഥമായി തെളിവുകൾ ഒളിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എല്ലാം ഒളിപ്പിച്ചിട്ടും അവന് ഒളിപ്പിക്കാൻ പറ്റാതെ പോയത്, അല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത് ഒരു ചെറിയ സംവിധാനമാണ്. ആ ചെറിയ സംവിധാനത്തിലൂടെ നമ്മുടെ കേരള പോലീസ് അതിവിദഗ്ധമായി അവൻ്റെ വീട്ടിലേക്ക് അങ്ങെത്തി. ആ കഥ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഈ കഥകളൊക്കെ നിങ്ങളോട് പറയുന്നത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.